الحمد لله رب العالمين نحمده ونسلم على محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമാണ് റബ്ബിൻ്റെ ദീനിൽ നിന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും മനസ്സും ശരീരവും പാകപ്പെട്ടുകൊണ്ട് ഇത്തരം വേദികളിൽ സന്നിഹിതരാകുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിൻ്റെ മലായികത്തുകൾ റബ്ബുമായിട്ട് അവൻ്റെ സന്തോഷം പങ്കുവെക്കുന്ന ഒരു സദസ്സിലാണ് നാം ഈ സന്ദർഭത്തിൽ ഉപവിഷ്ടരായിട്ടുള്ളത്. ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലായികത്തുകൾ അവരന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് റബ്ബിനെ മഹത്വപ്പെടുത്തുന്ന, അവരെ കുറിച്ച് പറയുന്ന സദസ്സുകൾ എവിടെയുമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പാപമോചനം തേടുവാനും അവർക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ടാകുവാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് ചോദിക്കും, അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ സംസാരിക്കുന്നത് നിന്നെക്കുറിച്ചാണ്. അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ നിന്നെ കണ്ടിട്ടില്ല. അവരെന്നെ കണ്ടിട്ടുണ്ടെങ്കിലോ അവർ ധാരാളമായി നിന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കും. അവരെന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ സ്വർഗത്തെക്കുറിച്ചാണ്. അവരാ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല, അവരാ സ്വർഗം കണ്ടിട്ടില്ല. ആ സ്വർഗം അവർ കണ്ടിട്ടുണ്ടെങ്കിലോ അവർ ധാരാളം ആ സ്വർഗത്തെ ചോദിച്ചു കൊണ്ടിരിക്കും. അവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അവർ നരകത്തെക്കുറിച്ചാണോ? അവരാ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ നരകം കണ്ടിട്ടില്ല. അവരത് കണ്ടിട്ടുണ്ടെങ്കിലോ അവരാ നരകത്തിൽ നിന്ന് ധാരാളമായി കാവൽ തേടും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലായികത്തുകളുമായി ഈ സദസ്സിനെ കുറിച്ച്, ഇൽമിൻ്റെ സദസ്സിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഈ അവസരത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ഒരേപോലെ ഇവിടെ ഉണ്ടാവണമെന്നും അതോടൊപ്പം ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ സമയവും സമ്പത്തുമൊക്കെ ചെലവഴിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ചില മറുപടികളാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ തൻ്റെ അടിമകളെക്കുറിച്ച്, തൻ്റെ കൂടെയുള്ള ജനങ്ങളെക്കുറിച്ച് വല്ലാത്ത ബേജാറിലും വെപ്രാളത്തിലുമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ. അതിൻ്റെ ആദ്യ ഭാഗത്തിലും മറ്റു പല സൂറത്തുകളിലും നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ.
ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫ. പ്രവാചകൻ ആത്മഹൂതി അങ്ങ് മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം എന്താണ്? ആളുകളെ നിരന്തരമായിട്ട് ഈ ആദർശത്തിലേക്ക്, തൗഹീദിലേക്ക്, ഈ സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ട് അവരിതിനെ പരിഗണിക്കുന്നേയില്ല. അവരവരുടെ വിശ്വാസത്തിലും നിഷേധത്തിലും അക്രമങ്ങളിലും അവരുടെ തിരിഞ്ഞു നടക്കലുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആയി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, അന ആഹിദു ഹിജിരിക്കും, ഞാൻ അവരുടെ ഊര പിടിച്ച് വിളിക്കുകയാണ്. അവർ ഈയാം പാറ്റകളെ പോലെ ആ നരകത്തിലേക്ക് പോയിട്ട് പെടുകയാണ്. കത്തിച്ചു വെച്ചിട്ടുള്ള അഗ്നിയിലേക്ക് ഈയാം പാറ്റകൾ പോയി ചാടുന്നത് പോലെ അവർ ആ നരകത്തിലേക്ക്, ആ തീയിലേക്ക് പോയി വീഴുകയാണ്. ഞാനാണെങ്കിൽ അവരെ പരമാവധി തടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ലബഖീതും ലളഹിതും ഖലീലൻ വബഖീതും കസീറ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ നിങ്ങൾ എന്താണ് കണ്ടത്? റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ കണ്ടിട്ടുള്ളത് സ്വർഗവും നരകവുമാണ്. ഞാൻ കണ്ടിട്ടുള്ളത് സ്വർഗവും നരകവുമാണ്. ആ സ്വർഗവും നരകവും ഞാൻ കണ്ടു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമാത്രം ഈ ജനങ്ങളെക്കുറിച്ച്, ആളുകളെക്കുറിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആ സ്വർഗവും നരകവും കണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ടൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ജിബ്രീലിനോട് പറഞ്ഞു, അല്ലാഹു നീ ആ സ്വർഗം പോയി കണ്ടുവാ. അദ്ദേഹം കണ്ടുവന്നിട്ട് പറഞ്ഞു, ആ സ്വർഗത്തെക്കുറിച്ച് കാണേണ്ടതില്ല. ആ കാണുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ആളുകളെല്ലാം അതിൻ്റെ നഈമുകൾ, അതിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഓടി വരും. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നരകത്തെ പോയി കണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം നരകം കണ്ടു വന്നിട്ട് പറയുകയാണ്, ആ നരകത്തെ ആരും കാണേണ്ടതില്ല. അതിൻ്റെ പ്രയാസങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ആളുകൾ ഒന്നടങ്കം ആ നരകത്തിൽ നിന്ന്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുമെന്ന്. ആരും അതിലേക്ക് പെടാൻ ഇഷ്ടപ്പെടുകയില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകം കാണാൻ വേണ്ടിയും സ്വർഗം കാണാനും ഒന്നുകൂടി പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി അഖാഫു അൻ ലാ യദ്ഖുലഹ അഹദ, ഇനി ആ സ്വർഗത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് ഒരാളും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലേ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഭയപ്പെടുന്നത്. നരകം വീണ്ടും കണ്ടുവന്നപ്പോ എല്ലാ ആളുകളും ആ നരകത്തിലായിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്തുകൊണ്ടാണ് അധികം ആളുകളും ആ നരകത്തിലേക്ക് ആപതിക്കുകയും സ്വർഗം അധികം ആളുകൾക്കും നഷ്ടപ്പെടുവാനുള്ള കാരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, ഹുജിബത്തിൽ ജന്നത്തു, സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിൽ മക്കാരിഹ്, വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ആ സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നരകമാണെങ്കിലോ ഹുജിബത്തിൽ ജഹന്നം, നരകം ആ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിശ്ശഹവാത്ത്, ദേഹേച്ഛകൾ കൊണ്ടാണ്. കുത്തൊക്കെ ഒഴിവാക്കേണ്ടി വരുമോ? മരുന്നു അല്ലേ? ഉച്ച സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ മന്ദമാരുതൻ വരുന്നുണ്ടാവും.
ശ്രദ്ധിക്കുക. അപ്പൊ ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്, ദേഹേച്ഛകളെ കൊണ്ടാണ് നരകത്തെ. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ബോഡി ചോയ്സ്, എനിക്ക് എൻ്റെ ശരീരം ഞാൻ എൻ്റെ താല്പര്യത്തിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും എത്തിച്ചേരാവുന്ന ഒരു ഇടമാണ് നരകം എന്നുള്ളത്. എന്നാൽ ആ സ്വർഗത്തിലേക്ക് അല്പം പ്രയാസമുണ്ട്. ആ സ്വർഗം നമ്മൾക്ക് എന്തൊന്ന് ഇഷ്ടമില്ലയോ ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്പം ഒരു പ്രയാസം. ഈ സമയത്ത് നമ്മുടെ ഇഷ്ടം എന്താണ്? ഇടയ്ക്കിൽ ഇത്തിരി ചോറൊക്കെ തിന്നിട്ട് ഇടയത്തിരി കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടം, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ആ സമയത്ത് കിടക്കുന്നിടത്ത് ആ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തൊന്ന് കാണുക എന്നുള്ളതായിരിക്കും നമ്മുടെ താല്പര്യം. അവിടുന്ന് ഇതെല്ലാം കൂടി കുത്തിക്കെട്ടി ഇങ്ങോട്ട് പാഞ്ഞു പോകുന്നു, ഇവിടെ വന്നിങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ നമുക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. ഇപ്പം രാവിലെ ഒരു 4 മണിയാവുമ്പോൾ നമുക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ശീലമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇടങ്ങേറുള്ള കാര്യമാണ്. അതേസ്ഥാനത്ത് ആ സമയത്ത് എഴുന്നേറ്റ് വിത്രമൊക്കെ നിസ്കരിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാറൊക്കെ തേടിയിട്ട് പിന്നെ സുബഹി നമസ്കാരവും അതിൻ്റെ സുന്നത്തും ഒക്കെ നിസ്കരിച്ച് പിന്നെ രണ്ടത്തൊരു ഊതൊക്കെ ചെയ്ത് പിന്നെ അവനവൻ്റെ പണിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട് എങ്കിൽ അതല്ല നമുക്ക് ഇഷ്ടംപോലെ നേരം എത്ര മണിക്കാണോ ഉറങ്ങാൻ തോന്നുന്നത് അത് 10 മണിയോ 11 മണിയോ 12 മണിയോ തോന്നുന്ന സമയത്ത് കിടന്ന് തോന്നുന്ന സമയത്ത് എണീക്കാനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്കതല്ല, നമുക്ക് എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് അവരുടെ സ്വർഗമാണ്. അവർക്ക് എന്തും ആവാം, അവർക്ക് തോന്നുന്നത്, അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ നടക്കും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇത് ഒരു കാരാഗ്രഹമാണ്. നമ്മുടെ വസ്ത്രത്തിന് നിയന്ത്രണമുണ്ട്, നമ്മുടെ ഭക്ഷണത്തിന് നിയന്ത്രണമുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് നിയന്ത്രണമുണ്ട്, നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾക്കും നിയന്ത്രണമുണ്ട്. എല്ലാത്തിനും അള്ളാഹുവിൻ്റെ ഒരു നിയന്ത്രണം അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് തരാനുള്ളത് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളതാണ്. ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, നരകത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിച്ചുകൊണ്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ അവസരം എല്ലാവർക്കും ഒന്നുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവ്വലു മൻ യുദ്ആ യൗമൽ ഖിയാമത്തി ആദം ഫതറാഅ ദുർരിയതഹു. ആദ്യമായിട്ട് ആദമിനെയും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയെയും ആദ്യമായിട്ട് ആ വിളിക്കപ്പെടും യൗമൽ ഖിയാമത്തിൽ. ഹാദാ അബൂക്കും ആദം. എന്നിട്ട് മനുഷ്യരോട്, മക്കളോട് പറയും, ഇതാ നിങ്ങളുടെ പിതാവ് ആദം, ഇതാ ലബ്ബൈക വസഅദൈക, ഇതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറയും, ഉഖ്രിജ് ബഅസ ജഹന്നം മിൻ ദുർരിയതിക. ഈ നരകത്തിലേക്ക്, ഈ ബഹസു ജഹന്നം, നരകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, നിന്റെ സന്താനങ്ങളിൽ നിന്ന്, ഈ ആദമിന്റെ സന്തതികളിൽ നിന്ന് നരകത്തിലേക്കുള്ള സന്താനങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, അവരെ അങ്ങോട്ട് പുറപ്പെടുവിക്കുക എന്ന് പറയുന്നു. അപ്പൊ ചോദിക്കുകയാണ്, യാ റബ്ബി കം ഉഖ്റുജ്, എത്രയാണ് പുറപ്പെടുവിക്കേണ്ടത്? എത്ര ആളുകളെയാണ് ഈ നരകത്തിലേക്ക്? അപ്പൊ പറയും, യഖൂലു ഉഖ്റുജ് മിൻ കുല്ലി മിഅത്തിൻ തിസ്അതുൻ വതിസ്ഈൻ. ഓരോ 100 ആളുകളെ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ 99 എന്തിനു വേണ്ടി പടക്കപ്പെട്ടതാണ്? ഒരു 100 ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് വിചാരിച്ചു, അല്ലെങ്കിൽ ഈ നാട്ടിൽ, ഈ വാർഡില്, ഈ പഞ്ചായത്തില് ഇത്ര ആളുകളുണ്ട്, അല്ലേ? ഈ ഒരു ഏരിയയിൽ, ഈ റെസിഡൻസ് അസോസിയേഷനിൽ ഇത്ര അംഗങ്ങളുണ്ട്. 100 ആളുകളുണ്ട് എങ്കിൽ അതിൽ 99 ആളുകളെയും എങ്ങോട്ട് നിയോഗിക്കുന്നവരാണ്? ബഅസുന്നാർ, നരകത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, പിന്നെ വമാ ബഖിയ മിന്ന, എന്താണ് പിന്നെ നമ്മളിൽ നിന്ന്, ആരാണ് ആ സ്വർഗത്തിലേക്ക് ഉണ്ടാകുന്നത്? റസൂലുള്ളാഹി ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു, ഇന്ന ഉമ്മതി ഫിൽ ഉമമി കശഅറത്തിൽ ബൈളാഇ ഫി തൗരിൽ അസ്വദ്. ഒരു കറുത്ത കാളയെ നീ കണ്ടിട്ടുണ്ട് എങ്കിൽ
അതിൻ്റെ ശരീരത്തിൽ സൂക്ഷ്മമായിട്ടുള്ള വെളുത്ത രോമങ്ങളുണ്ടാവും അല്ലേ? ആ ഒരു കറുത്ത കാളയിൽ മൊത്തത്തിൽ നോക്കിയാൽ എന്താ കാണുള്ളൂ? കറുത്ത കാളയാണ്. പക്ഷെ ഇങ്ങനെ ഒന്ന് ചകഞ്ഞു നോക്കിയിട്ടുണ്ട് എങ്കിൽ അതിലെന്ത് കാണാം? ചെറിയ രോമങ്ങളൊക്കെ, വെളുത്ത രോമങ്ങൾ കാണാൻ പറ്റും. ഇതുപോലെയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ആ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാക്കക്കൂട്ടത്തെ ഇങ്ങനെ കണ്ടു. കാക്കക്കൂട്ടത്തെ കണ്ടിട്ട് സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ ഈ കാക്കക്കൂട്ടത്തെ കണ്ട് അതിൽ ഒരു കാക്കയുണ്ട്, ഒരു പ്രത്യേകമായ കാക്ക, അത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, എല്ലാ കാക്കയും ഒരുപോലെയല്ലേ, ഞാനതൊന്നും കാണുന്നില്ല, ഒരു സൂക്ഷിച്ചൊന്ന് നോക്കാൻ വേണ്ടി പറയും. അപ്പോൾ അതിലൊരു ചെമ്പൻ കാക്കയുണ്ട്, അതിൻ്റെ കൊക്കുകൾ ചുവന്നതാണ്, അതിൻ്റെ ചിറകുകളിൽ അല്പം ഒരു ചുവപ്പുണ്ട്, അങ്ങനെ ഒരു പ്രത്യേകമായ ചില കാക്കയുണ്ട്. അതുപോലെയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആ സ്വർഗത്തിലേക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഞാൻ നരകത്തെ കണ്ട സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, അക്സറു അഹ്ലിഹാ, അതിൻ്റെ അധികം ആളുകളും മിന്നിസാ, സ്ത്രീകളിൽ നിന്നാണ് എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അവ വളരെ ഗൗരവമാണ്. മനുഷ്യരിൽ നിന്ന് തന്നെ ഈ സ്വർഗത്തിലേക്കുള്ള മാർഗം ലഭിക്കുക എന്നുള്ളത്, സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുക എന്നുള്ളത് അല്പം, അത് 100-ൽ 99 മാത്രം അല്ലേ? 100-ൽ 99 നരകത്തിലാണ്. വലഖദ് സറഇന ലിജഹന്നമ കതീറൻ മിനൽ ഇൻസി വൽ ജിന്നി ലഹും ഖുലൂബിൻ. എന്താണ് അവരുടെ പ്രത്യേകതയായിട്ടുള്ള പറയുന്നത്? എന്താണ്? നരകത്തിന് വേണ്ടിയാണ് മനുഷ്യരെ അല്ലേ, മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ നരകത്തിന്റെ വിറകുകൾ അതിൻ്റെ ഇന്ധനമായിക്കൊണ്ട്, വഖൂദുഹ, അതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് അൽനാസു വൽ ഹിജാറ, മനുഷ്യനും കല്ലുകളുമാകുന്നു എന്ന്. മനുഷ്യനും കല്ലുകളും കത്തിക്കപ്പെടുന്ന ആ നരകത്തിന് വിറകുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകളെയും സൃഷ്ടിച്ചു. എന്നിട്ട് അവരുടെ പ്രത്യേകത പറയാണ്, ലഹും, അവർക്ക് ഞാൻ കൊടുത്തിരുന്നു, ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവരുടെ പ്രത്യേകത എന്താ? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ യാതൊന്നും ചിന്തിച്ചിട്ടില്ല. എന്ത് ചിന്തിച്ചിട്ടില്ല എന്നാ പറയുന്നത് അല്ലേ? നമ്മൾ രാവിലെ തുടങ്ങിയ ചിന്തയാണ്. രാത്രി ആയിട്ടുണ്ടെങ്കിൽ നാളേക്ക് എന്താ വെക്കേണ്ടത്, നാളേക്ക് അരി വെള്ളത്തിലിടണോ, അല്ലെങ്കിൽ കറിക്ക് എന്താ കടലിടണോ, നീക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും. ഓരോന്നിന്റെ സമയത്തും ഒന്ന് കഴിഞ്ഞ് ഒന്ന് അണ്ണാക്കിലാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കും. വരിക്ക് എന്താ വേണ്ടത്, മീനെന്താ വാങ്ങണോ, വേറെന്താ വാങ്ങണോ, ചിന്തയാണ്, എല്ലാം ചിന്തയാണ് അല്ലേ? ഓരോ കാര്യവും ദിവസവും ചിന്തിക്കുകയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ആദ്യം ആണുങ്ങൾക്ക് മാത്രം ചിന്തിച്ചാൽ ഇതിന് സാമ്പത്തിക വിഷയങ്ങൾ, ഇപ്പൊ എന്താ വെച്ചാൽ മൊത്തം സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ നമ്മൾ തന്നെയാണ്, കുട്ടികളുടെ ഹോം മിനിസ്റ്റർ നമ്മൾ തന്നെയാണ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലും നമ്മൾ തന്നെയാണ്. ഇപ്പൊ എല്ലാ വകുപ്പും നമ്മളാണ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗം, ഇങ്ങനെ പോകുന്ന വ്യത്യസ്തങ്ങളായ ആളുകൾ ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വവും, അതിനു പുറമെ വേറെ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് തല പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പടച്ചോൻ പറയാണ്, ലഹും, അവർക്കുണ്ടായിരുന്നു, ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവര് ആ ഹൃദയം കൊണ്ട് അവർ ചിന്തിച്ചിട്ടില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ കണ്ടിട്ടില്ല. കണ്ണുവട്ടന്മാരാണോ നരകത്തിൽ പോകുന്നത്? ആണോ? കണ്ണുവട്ടന്മാരെയാണോ നരകത്തിലേക്ക് ഇട്ടത്? നമ്മൾ കണ്ടിട്ട് ഈ സ്ക്രീൻ ഇങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഒരു ദിവസം എത്ര നേരം, എത്ര വീഡിയോസ്, എത്ര കാര്യങ്ങൾ നമ്മൾ കാണുന്നു അല്ലെ? പല കാഴ്ചകളും നമ്മൾ കാണുന്നു, പലതും നമ്മൾ കണ്ടു. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം അല്ലേ എല്ലാവർക്കും. ആ രൂപത്തിൽ നമ്മൾ കണ്ടു അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു. എന്നിട്ട് വല്ല പറയുന്നത് എന്താണ്? ലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണ് കൊടുത്തിരുന്നു, കാഴ്ച നൽകിയിരുന്നു, അതുകൊണ്ട് അവർ കണ്ടിട്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, ലഹും ആദാനുൻ, അവർക്ക് കാത് കൊടുത്തിരുന്നു, അവർ കേട്ടിട്ടില്ല.
ഉലൈക കൽ അൻആം. എന്താ കേൾക്കാത്തത്? കുട്ടികളുടെ കരച്ചിൽ മുതൽ പ്രായമുള്ള മാതാപിതാക്കളുടെ വിളികളും അവരുടെ കുറുമുറുപ്പുകളും ഒക്കെ നമ്മൾ തന്നെയാണ് കേൾക്കുന്നത്. പിന്നെ അവിടുന്ന് കെട്ടിയവൻ വിളിക്കുന്നത് അതും നമ്മൾ തന്നെ കേൾക്കുന്നത്. എല്ലാവരുടെയും വിളിക്ക് ഉത്തരം നൽകുന്നവരാണ് നമ്മൾ, അല്ലേ? എന്തെല്ലാം വിളികളും എന്തെല്ലാം ശബ്ദങ്ങളും അപശബ്ദങ്ങളും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ അപ്പുറത്തുനിന്ന് പറയുന്ന എല്ലാ കുശുമ്പും, പിന്നെ അപ്പുറത്തല്ലേ കേൾക്കുന്ന ഈബത്തും നമീമത്തും ഒക്കെ കേൾക്കേണ്ടത് വരുമ്പോൾ തന്നെയാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയാൻ വൈകുന്നേരം, അല്ലേ? അതൊക്കെ ഓൺലൈനിലും ഓഫ്ലൈനിലുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, അവർക്ക് കാത് കൊടുത്തിരുന്നു, അവരത് കേട്ടിട്ടില്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. കന്നുകാലികളെ പോലെ എന്ന് അവരെ പറ്റി പറയാൻ പറ്റൂല, അവർക്ക് അതിനേക്കാളും മോശമായിട്ടുള്ളവർ. ഉലൈക ഹും ഗാഫിലൂൻ. അവർ അശ്രദ്ധരാണ്. അപ്പൊ ആ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് എന്ത് കേട്ടിട്ടില്ല എന്നാ പറയുന്നത്, അല്ലെ? കേൾക്കേണ്ടത് നമ്മൾ എന്തിനെ കുറിച്ച് കേട്ടിട്ടില്ല? ഈ ജീവിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ, അല്ലെ? അവിടെ ഒരു ഓഫർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അത് നമ്മൾ കേട്ട് അവിടെ എത്തിയിട്ടായി, അല്ലെ? അവിടെ എന്തോന്ന് കൊടുക്കേണ്ടത് കേട്ടിട്ടുണ്ടാവുണ്ട്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു? വണ്ടി എടുത്ത് ഞാട്ടാക്കി അവിടെ എത്തി, അല്ലേ? എന്തുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ അതുണ്ടായിരുന്നു. നമ്മളോട് ഇപ്പം നമ്മളെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കിലോ 35 എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങൂല, 3 കിലോ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടിക്കറി വാങ്ങും. രണ്ടും കണക്ക് തന്നെയാണ്. മലയാളികളുടെ അവസ്ഥ തന്നെ. ഒരു സോപ്പിന് 10 റുപ്യ അല്ലെങ്കിൽ 50 റുപ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങൂല. ഇത് 5 എണ്ണം എടുത്താൽ 200 റുപ്യക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ രണ്ട് കണക്കിന്, ഒന്ന് 40 റുപ്യക്കും ഒരു സോപ്പിന്റെ വില, 5 എണ്ണം എടുത്താൽ 200 റുപ്യ നമ്മൾ ഒന്നായിട്ട് എന്തോ ഓഫറാന്ന് വിചാരിച്ച് ചിന്തിക്കൂല. ഇതാണ് നമ്മുടെ ഒക്കെ അവസ്ഥ. ഇവിടെ എന്തോ ഉണ്ടെന്ന് പറയുമ്പോൾ ഒക്കെ നമ്മൾ കേൾക്കും, കാണും, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താ നമ്മൾ കാണാതെ പോയത്? നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന്, പ്രവാചകന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് ഒന്നും കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ സമയം കിട്ടിയിട്ടില്ല ബഹുഭൂരിഭാഗം ആളുകൾക്കും നാടുകളിലുള്ള. അതാണ് 99 ആളുകളും ആ നരകത്തിലേക്ക് അതിന്റെ വിറകുകളാകുന്ന സമയത്ത് അതിൽ നിന്നും മാറി നടക്കാൻ തൂബാലിൽ ഉറബ, അപരിചിതരായിക്കൊണ്ട് തിരിഞ്ഞു നടക്കേണ്ടവരാണ് നമ്മൾ. ആ ഒന്നായി തീരാൻ, ആ അപൂർവം ഇനത്തിൽപ്പെട്ട ആ കാക്കയായി തീരാൻ, ആ രൂപത്തിൽ നമ്മൾ ആ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരായിട്ട് ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് സ്വർഗത്തിലേക്ക്. ഇപ്പൊ നമ്മളൊക്കെ ചോദിക്കേണ്ടെന്ന് വെച്ചാൽ, ഇതിപ്പോ എല്ലാവരും അങ്ങനെയല്ലേ? ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെയല്ലേ? ഇത് വിശുദ്ധ ഖുർആൻ കസീർ എന്ന് ഉപയോഗിച്ചിട്ടുള്ള ബൽ അക്സറുഹും കസീറൻ മിൻഹും എന്നൊക്കെ കസീറിനെ കുറിച്ച്, ധാരാളത്തെ കുറിച്ച് പറഞ്ഞത് ഒക്കെ മോശമായിട്ടാണ്. അധികം ആളുകളും ചിന്തിക്കുകയില്ല, അധികം ആളുകളും, അല്ലെ, അവര് സന്മാർഗത്തിലല്ല, പിഴച്ചവരാണ് എന്ന രൂപത്തിലുള്ള കസീർ എന്നുള്ളത്. അപ്പൊ ഭൂരിഭാഗത്തിന്റെ കൂടെയല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഹക്കിന്റെ കൂടെയാണ്, യാഥാർത്ഥ്യത്തിന്റെ കൂടെയാണ്. നമ്മൾ ഈ താൽക്കാലികമായിട്ടുള്ള ജീവിതത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്നഹു ഖർനുൻ അളീമുൻ. ഈ സൂറിനെ കുറിച്ച്, കാഹളത്തിൽ ഊതുന്ന സൂറിനെ കുറിച്ച് പറയുകയാണ്. അത് ഏതുപോലെയുണ്ട് എന്ന് വെച്ചാൽ, അദ്ദാറത്തു, അതിന്റെ വൃത്തം. ഈ കാഹളത്തിൽ ഊതുന്ന സൂറുണ്ടല്ലോ, സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന ഇസ്രാഫീൽ എന്നുള്ള മലക്ക്, ആ കാഹളത്തിൽ ഊതുന്ന സൂർ, അതിന്റെ വൃത്തം, അതിന്റെ ആ സൂറിന്റെ ആ വൃത്തം വട്ടം എത്രയുണ്ട്? അത് അതിന്റെ ബിഖദ്രി സമാവാതി വൽ അർദ്, ആകാശഭൂമികളോളം വിശാലതയുണ്ട്. ആകാശഭൂമികളോളം. ഇതൊന്നായിട്ടൊരു ഊത്തിന് നശിക്കണമെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാളും വിശാലമായിട്ടുള്ളതാണ് ഈ കാഹളത്തിൽ ഊതുന്ന ആ ഊത്തിന്റെ ആ സൂർ എന്ന് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, കൈഫ അൻഅമു വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർനു വഹനാ ജബഹതുഹു വന്തദറ അൻ യുഅദന ലഹു. ഞാൻ എങ്ങനെയാണ് ഈ ദുനിയാവിൽ ഇതിന്റെ സുഖാനുഭൂതികളിൽ ആസ്വദിച്ചുകൊണ്ട്, ഇതിന്റെ ഇതിലൂടെയുള്ള അനുഗ്രഹങ്ങൾ ഞാൻ എങ്ങനെയാണ് നുകർന്ന് ഇവിടെ മതിമറക്കാൻ എനിക്ക് സമയം? കൈഫ അൻഅം, ഞാൻ എങ്ങനെ ആസ്വദിക്കും ഇവിടെയുള്ള സുഖങ്ങൾ? വസാഹിബുൽ ഖർൻ, ആ സാഹിബുൽ ഖർൻ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം, ആ സാഹിബുൽ ഖർൻ ഖദിൽ തഖമൽ ഖർനു, ആ കർണുമായിക്കൊണ്ട്, ആ കാഹളവുമായിക്കൊണ്ട് അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് ഊതുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ നെറ്റി ചുളിച്ചുകൊണ്ട്,
നെറ്റി ചുളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുവചനത്തിലേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടി കാഹളവും കയ്യിലേന്തിക്കൊണ്ട് ആ ഇസ്രാഫീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ തിരുവചനത്തിലേക്ക് റബ്ബിന്റെ കൽപ്പന എനിക്കിപ്പോൾ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ തിരുവചനത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സുഖാനുഭൂതികൾ അനുഭവിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ നഖൂലു, അപ്പൊ ഞങ്ങൾ എന്താ പറയാ? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു. ഇപ്പൊ നമ്മളാണെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെന്താ പറയാന്നാണോ ചോദിക്കാതെ നമ്മളെന്താ ചെയ്യാന്നാണോ നമ്മൾ ചോദിക്കുക? എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകണം അല്ലേ, അതപ്പോ നമ്മളെന്താ പറയാ? അപ്പൊ നമ്മളെന്താക്കുക, നമ്മളെന്താ ചെയ്യാ എന്നാണ് ചോദിക്കുക അല്ലേ? അപ്പൊ ഇന്ന് സ്വഹാബത്ത് പറയുന്നത് ഞങ്ങൾ എന്താണ് പറയുക എന്നാണ്. ഞങ്ങൾ എന്താണ് പറയുക? കൈഫ നഖൂലു, ഞങ്ങൾ എന്തു പറയും? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഖൂലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. നിങ്ങൾ പറയാ, നിങ്ങൾക്ക് അല്ലാഹു ഉണ്ട്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ബരമേൽപ്പിക്കുവാൻ അല്ലാഹു ഉണ്ട്, ഞങ്ങൾ അവനിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. അതിൽ വേറൊരു ഈ ഒരു പറയുക എന്നുള്ളതിന്റെ ഒരു പോയിന്റ് ഞാനൊന്ന് പറയാം. ഏത് വിഷയവും നമ്മുടെ ജീവിതത്തിനെ നമ്മൾ നോക്കിക്കാണുന്നത് വലിയ പ്രശ്നങ്ങളായിട്ടാണ്. ഇപ്പൊ ഓരോരുത്തരോട് ചോദിച്ചിട്ടുണ്ട് എങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം മുമ്പിലില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കണ്ടോ? എന്തെങ്കിലും ഒന്നുകിൽ നടക്കാനിരിക്കുന്ന ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മക്കളെ ചൊല്ലി, ഭർത്താവിനെ ചൊല്ലി, കുടുംബത്തെ ചൊല്ലി, മാതാപിതാക്കൾ, ഇങ്ങനെ പോകുന്ന വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശിർ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരീക്ഷണം അനുഭവിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എവിടെയല്ല. നമ്മൾ വിചാരിക്കേണ്ട, ഇനി ഹൈറ് കൊണ്ടും അള്ളാഹു ഷെറ് കൊണ്ടും പരീക്ഷിക്കും. പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട ഒക്കെ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരാള് വിവാഹമൊക്കെ കഴിച്ചിട്ട് ഒരു 4 കൊല്ലം കഴിഞ്ഞു, കുട്ടികളൊന്നും ഉണ്ടായില്ല, നമ്മളെന്ത് പറയും അവരോട്? പടച്ചോന്റെ പരീക്ഷണമാണ് അല്ലേ? പടച്ചോനോട് ദുആ ചെയ്യും, അള്ളാന്റെ പരീക്ഷണമാണെന്ന് അറിയും. എന്നാൽ അതിനേക്കാൾ വലിയ പരീക്ഷണമാണ് നമ്മുടെ അടുത്തുള്ളത്. എന്താ പരീക്ഷണം? നമ്മൾ കല്യാണം കഴിച്ച് അടുത്ത കൊല്ലം തന്നെ 1, 2, 3 ഒക്കെ പിന്നെ ഇങ്ങനെ മക്കളിങ്ങനെ വന്നു. ആ പരീക്ഷണം എന്ന് പറഞ്ഞത് ഉള്ളതും ഒരു പരീക്ഷണമാണ്. അത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന അല്ലേ? നിങ്ങൾക്ക് പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഓർക്കില്ലാത്തതിനെ പറ്റി പഠിച്ചവനെ അവരോട് ചോദിക്കുക, ഉള്ളതിനെ പറ്റിയാ ചോദിക്കുക. അപ്പൊ ഉള്ളതാണ് നമ്മൾ കുറെ പരീക്ഷണം ഏറ്റുവാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഓരോട് പറയും ഇല്ലാത്തവരോട്, അത് പഠിച്ചവന്റെ പരീക്ഷണമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഉള്ളതാണ് പരീക്ഷണം. ഒരാൾക്ക് അല്ലാഹ് കണ്ണ് കൊടുത്തു, ഒരാൾക്ക് കണ്ണ് കൊടുത്തില്ല. ഏതാ പരീക്ഷണം വലുതേതാ? ഏറ്റവും വലിയ പരീക്ഷണം ഏതാ? കണ്ണുള്ളതാ പരീക്ഷണം അല്ലേ? ഇതിനല്ലേ ചോദ്യം ഉണ്ടാവുക. കണ്ണിനെ കുറിച്ച് അള്ളാന്റെ അടുത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് ഇങ്ങനെ വിധേയമാക്കുകയാണ്. ആ സമയത്ത് പറയും, അദ്ദേഹം പറയും അവനോട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുള്ള അനുവാദം നൽകും. അപ്പൊ പറയും, ഞാൻ എന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. എന്റെ ഔദാര്യം കൊണ്ട്, എന്റെ ഫضل കൊണ്ട് നീ സ്വർഗത്ത് പ്രവേശിച്ചുകൊള്ളുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വബിഅമലി, ഞാൻ എന്റെ കർമ്മങ്ങൾ കൊണ്ടും സ്വർഗത്ത് പ്രവേശിക്കട്ടെ അല്ലാഹുവേ. അപ്പൊ അല്ലാഹ് വീണ്ടും പറയും അവനോട്, എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്ത് പ്രവേശിച്ചു കൊള്ളുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ വീണ്ടും തർക്കിക്കുകയാണ്. പിന്നെ എന്റെ അമലൊക്കെ എന്തായിപ്പോയി? ഞാൻ കുറെ അമലുകൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ അമലുകൾ കൊണ്ട് ഞാൻ സ്വർഗത്ത് പ്രവേശിക്കട്ടെ. അന്ന് നമുക്കൊന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ആദ്യം എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ നിനക്ക് തന്നിട്ടുള്ള നിഅമത്തിൽ ഒരു നിഅമത്താണ് ഈ ഹബീബത്താനി, ഈ 2 കണ്ണുകൾ.
ആ കണ്ണ് എന്ന് പറയുന്ന ഈ നിയമത്തും നീ ചെയ്തിട്ടുള്ള അമലും, ഇത് രണ്ടും കൂടി ഒന്ന് താരതമ്യം ചെയ്യാൻ അത് എടുക്കാൻ നേരല്ലോ ഓന്റെ അമലൊക്കെ കഴിഞ്ഞ അതോടുകൂടി. അപ്പൊ ബാക്കിയുള്ളതോ അല്ലെ, ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ നമ്മൾ ഓർക്കണം. നിഅമത്തുകളെ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിക്കൊടുത്ത ചില സന്ദർഭങ്ങൾ ഓർമ്മല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിക്കാതെ വിശന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ മുമ്പിൽ വേറൊരാളും അബൂബക്കറായിരുന്നു, പിന്നെ ഉമറായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ അവരുടെയൊക്കെ പ്രശ്നം എന്താണ്? ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അവരെന്നിട്ട് നടന്നു ചെല്ലാണ്. ഒരു അൻസാരി അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് എന്നിട്ട് പറഞ്ഞ അള്ളാഹുവിന്റെ അതിഥികൾക്ക് ആരുണ്ട് അള്ളാഹുവിന്റെ അതിഥികളെ സൽക്കരിക്കാൻ. ഭർത്താവ് വീട്ടിലില്ല, ഭാര്യ അവരെ കയറ്റിയിരുത്തി അല്പം വെള്ളമൊക്കെ കൊടുത്ത് ഇത്തപ്പഴമൊക്കെ കൊടുത്ത് അദ്ദേഹം വന്നപ്പോ നല്ലൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറൈനികളെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശന്നിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ട് ഇറങ്ങിയത്. ഇപ്പൊ വിശപ്പൊക്കെ മാറിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഈ നിഅമത്തിനെ കുറിച്ച് റബ്ബ് നാളെ ചോദിക്കുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്താണ്. എത്രയാണ് നമ്മളെ നാട്ടിൽ നമ്മളൊക്കെ ആ മന്തിയൊക്കെ അടിച്ചിട്ട് കൊണ്ട് ഇറങ്ങിയാണ്, യാതൊരു ബോധവും ഇല്ലാതെ, അഭിമാനവും അന്തസ്സും അതല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടിയിട്ട് വലിയ വീർവാദങ്ങളുമാക്കി നമ്മൾ എന്നിട്ട് അതില്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലത് പറഞ്ഞിട്ട് തിന്നിട്ട് ഇങ്ങനെ ഏമ്പക്കൊട്ട് ഇങ്ങനെ പോരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചും അതിന് കൊടുക്കാനുള്ള ആ പണം നമ്മളെടുത്തുണ്ടായതും ഒന്നിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കാറില്ല. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആഗ്രഹങ്ങൾ, നമുക്ക് ഇവിടെ വരാനുള്ള ആരോഗ്യമുണ്ടായി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആഫിയത്തിനെ കുറിച്ച്, ശരീരത്തിനുണ്ടാകേണ്ടുന്ന ആരോഗ്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ റബ്ബിനോട് ചോദിക്കേണ്ടത്, ആഫിയത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് ആരാണ്? ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് രോഗികളാണോ ഏറ്റവും കൂടുതൽ സുഖം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കേണ്ടത് ആരാ? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഇന്നത്തെ ആരോഗ്യമുള്ള ആളുകളാണ് ഇന്നത്തെ രോഗികൾ. ഇന്നത്തെ ആരോഗ്യമുള്ളവരാണ് നാളത്തെ രോഗികൾ. അതുകൊണ്ട് രോഗമില്ലാത്ത അവസ്ഥയിൽ ഈ ആരോഗ്യമുള്ളവരാണ് ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയപ്പോഴാണ് എല്ലാവരും കൈ ഒഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ എന്നിട്ട് അവിടുന്ന് പറയും നിങ്ങൾ പ്രാർത്ഥന അല്ലാണ്ട് വേറെ രക്ഷയില്ല. ആ സമയത്താണോ അന്നപ്പോണ്ടാവുന്ന ഒരു മെസ്സേജ് അവിടെ ഇവിടെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പോയി അവസ്ഥയെ, അന്നപ്പോഴാണോ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നിഅമത്തുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റബ്ബിന് നന്ദിയുള്ളവരാകണം. യുദ്ഊന ഇല സുജൂദി വഹും സാലിമൂൻ, അവരെ സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചിരുന്നു. വഹും സാലിമൂൻ, അവര് ഏറ്റവും നല്ല അനുഗ്രഹത്തിലായിരുന്ന സന്ദർഭത്തിൽ അവരെ സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചിരുന്നു. നാളെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സുരക്ഷിതമായി നല്ല അന്തരീക്ഷത്തിൽ ഇവിടെ മിസൈലുകളുടെ ശബ്ദങ്ങളില്ല, ബോംബുകൾ പതിയുന്നില്ല. ഫലസ്തീനിലും അതേപോലെയുള്ള മണ്ണുകളിലും വർഗീയ കലാപങ്ങളും കശാപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലും മണിപ്പൂരും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സുരക്ഷിതമായിട്ട് അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കുവാനും പഠിക്കാനും നമുക്ക് ഇന്ന് അവസരമുണ്ട്. നാളത്തെ അവസ്ഥ എന്താ നമുക്കറിയില്ല. അതേപോലെ ശരീരത്തിന് ആരോഗ്യമുണ്ട്. രാവിലെ സ്വന്തമായിട്ടാണ് നമ്മൾ എഴുന്നേറ്റത്, സ്വന്തമായിട്ടാണ് ടോയ്ലറ്റിലേക്ക് നമ്മൾ പോയത്, അവിടെ നിന്ന് വന്നത്. പരസഹായത്തിന്റെ ആവശ്യമുണ്ടായിട്ടില്ല. പുതപ്പ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അടുത്ത് കിടക്കുന്നവർ അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നവര് അവര് വിളിച്ചിട്ട് കേൾക്കാതെ പുതപ്പ് മടക്കി വെച്ചിട്ട് അതിലേക്ക് മൂത്രമൊഴിച്ച് വെക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ, ഇതൊക്കെ ആഷ്കുർ അം അക്ഫുർ,
ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ധാരാളം അനുഗ്രഹങ്ങളിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ റബ്ബിന്റെ ഔദാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതൊരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ്. ജീവിതത്തെ നമുക്ക് ആ സഹാബത്തിന്റെ വചനങ്ങളിലൂടെ ഞങ്ങൾ എന്താണ് പറയുക എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പറയലുകളാണ് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന ഓരോ സന്ദർഭത്തിലുമുള്ള ദിക്റുകൾ. ഒരു സഹാബി പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് മാലി അറാക ബിഗൈരി വഖ്തി സ്വലാ, ഇത് നിസ്കാരത്തിന്റെ സമയമൊന്നല്ലല്ലോ, എന്നിട്ടെന്തെങ്കിലും ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഹബസനി അദ്ദൈൻ, എനിക്ക് കടം കൊണ്ട് ഞാൻ പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൊളർക്ക് പിടിക്കും. പുറത്തിറങ്ങിയാൽ ആളുകളെ കാണേണ്ടി വരും. കടം വാങ്ങിയിട്ട് പാക ബുദ്ധിമുട്ടിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. നീ അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅനിനി ബിഫദ്ലിക അമ്മൻ സിവാക എന്നുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അത് ഉഹുദ് മലയോളം നിനക്ക് കടമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടിത്തരുമെന്ന്. വാങ്ങിക്കൂട്ടുന്നത് നമ്മളൊന്ന് ആലോചിക്കണം. വാങ്ങിക്കൂട്ടുന്നതിനെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കണം. ആ ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാള് അധ്വാനിച്ചിട്ടുള്ളത്, രാവും പകലും കിടന്ന് മരിച്ചിട്ടുള്ളത് എവിടെയോ സ്വന്തം ഭാര്യയും മക്കളെയും ഒക്കെ വിട്ടേച്ചു പോയി അവർ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളത് നമ്മളൊരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു ഗൃഹ സന്ദർശനത്തിലൂടെ എൻ്റെ അടുത്ത് എന്താണ് ഒന്നും കൊണ്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ കൊടുക്കാതിരുന്നാലുണ്ടല്ലോ, പിന്നെ നമ്മൾ അതങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ ആ സുന്ദരമായിട്ട് നമുക്ക് ഇവിടുന്ന് മടങ്ങിപ്പോകാൻ പറ്റൂല. ആദ്യം ചോദിക്കുന്നത് ആ മയ്യത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഹൽ അലൈഹി ദൈൻ, അവന്റെ മേൽ വല്ല കടവുമുണ്ടോ ബാധ്യതയുമുണ്ടോ എന്നാണ്. നിസ്കരിച്ചിട്ടോ നോമ്പുറ്റിട്ടോ സക്കാത്തോട് ഒക്കെ നാളെ പരലോകത്ത് ചോദിച്ചോളും. അതിനു മുമ്പ് അള്ളാഹ് ഇവിടെ ചോദിക്കുന്നത് അവൻ ഇവിടെ ആരോടെ ബാധ്യത ഉണ്ടോ എന്നാണ്. ഒരിക്കലും ഒരു സഹാബിയുടെ മേൽ 2 ദിനാറ് ബാധ്യതയുണ്ട് എന്ന് അവിടുന്ന് ഒരാൾ വിളിച്ചേർന്ന്, എനിക്ക് 2 ദിനാറ് തരാനുണ്ട്, ഇന്നത്തെ ഒരു കണക്കിന് ഒരു 500 റുപ്യ കൂട്ടിക്കോളി, 2 ദിനാറ് തരാനുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചില്ല. ഒരു സഹാബി അത് ഏറ്റെടുത്ത സന്ദർഭത്തിൽ ആ മനുഷ്യൻ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ തിരിച്ചു വരുന്ന സമയത്ത് ഓരോ ഭക്തന് കാണുമ്പോഴും ഹൽ യഖ്ലി ദൈനഹു, അവന്റെ കടം നീ വീട്ടിയോ എന്ന് ആവർത്തിച്ച് പ്രവാചകൻ ചോദിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറയാണ്, ഞാൻ അത് ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ, സമയമൊന്നും ആയിട്ടില്ലല്ലോ, മരിച്ചിട്ട് അങ്ങോട്ട് മറമാടി കൊണ്ട് പോന്നിട്ടല്ലാണ്ടുണ്ടോ. എന്നിട്ട് ആ സമയമാകുന്നതിന് മുമ്പ് 5 വക്ത് കഴിയുന്നതിന് മുമ്പ് പ്രവാചകൻ എന്നോട് ആവർത്തിച്ച് ചോദിച്ചത് കേട്ട് ഞാൻ ഇനി ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോയി എന്ന്. എന്നിട്ട് ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ഇപ്പോ അവന്റെ കടം വീട്ടി. ഇപ്പോഴാണ് അവന്റെ തൊലിക്ക് തണുപ്പ് അനുഭവിക്കാൻ തുടങ്ങിയത്. നല്ല സുഖമൊന്നും ഉണ്ടാവില്ല അവിടെ കിടക്കാൻ. നമുക്കത് വലിയ ബാധ്യതയായിട്ട് തോന്നില്ല. ആരാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പ്രിയതമന്മാരോട് സ്നേഹമുണ്ട് എങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്ന് ചുരുക്കി വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കടങ്ങളൊക്കെ ആക്കി വെക്കുന്നത്? വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു അടുക്കള നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ആ അടുക്കള ആ മനുഷ്യനൊരു കട്ടൻ ചായ കുടിക്കാതെ ഒരു പക്ഷേ നമ്മുടെ കൈകൊണ്ട് അത് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് പിന്നെ അടുത്ത അടുക്കളക്കൊലായ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു വീടിന് 3 അടുക്കള ഉണ്ടാക്കാനാണ് 3 കൊല്ലം 4 കൊല്ലമൊക്കെ ആ കുടുംബം വിട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിന്റെ പേരിൽ ആക്കി വെച്ചിട്ടുള്ള കടത്തിന്റെ പേരിൽ നിങ്ങൾക്കൊരു പക്ഷേ അറിയണ്ടാവില്ല, പിന്നെയാണത് മനസ്സിലാവുക. ഗൗരവത്തോടുകൂടി നമ്മളൊക്കെ ആലോചിക്കണം. മാലി ആറാ വിദ്ദുനിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഓലപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ആ പ്രവാചകന്റെ ശരീരത്തിൽ ഇങ്ങനെ ആ വെളുത്ത തുടുത്ത ആ ചുവന്ന ശരീരത്തിലെ പാടുകൾ കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകരെ അല്പമൊക്കെ ഒരു ജീവിത വിശാലതയ്ക്ക് വേണ്ടിയിട്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്തുകൂടെ എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലി വലിദ്ദുനിയ കറാകിബുൻ തസ്തദില്ലു തഹത ഷജറ, ഞാനും ഈ
ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി ഒരു യാത്രക്കാരൻ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നത് പോലെ അല്പകാലത്തേക്ക് ഇവിടെ വിശ്രമിച്ചെഴുന്നേറ്റ് പോകുന്ന ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കുണ്ടാകുന്ന എല്ലാ ടെൻഷനുകളും, നമുക്കുണ്ടായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെയൊക്കെ കൊട്ടിയാൽ ഒതുങ്ങാത്ത ആഗ്രഹങ്ങൾ, ഈ ദുനിയാവിനെ കുറിച്ച് മാത്രമുള്ള ചിന്തകളാണ്. ആ പരലോകത്തേക്ക് പോകണം എന്നുള്ള 50,000 വർഷത്തെക്കാൾ ദൈർഘ്യമുണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ആ റബ്ബിന്റെ മുമ്പിൽ ലോകരക്ഷിതാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന. അതുകൊണ്ട് നമുക്ക് ദുനിയാവിന്റെ എല്ലാം വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോണുകൾക്ക് പിന്നാലെ പോകുന്നത്. അതുകൊണ്ടാണ് പലിശ നമുക്കൊരു പ്രശ്നമില്ലാത്തത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം, ഒരു കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണം എന്ന് പറയുമ്പോഴേക്ക് ഒന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ച് ഒരു 10,000 വാങ്ങിയിട്ട് ആ ഡ്രസ്സ് എടുത്തു. എത്രയാ ഒരു കല്യാണത്തിന്റെ ഡ്രസ്സ്? 5 കൂട്ടം വേണം. വെള്ളിയാഴ്ച വ്യാഴാഴ്ച തുടങ്ങും, കറുപ്പിട്ട് തുടങ്ങും, പിന്നെ അത് മഞ്ഞളായി മൈലാഞ്ചിയായി മറ്റേതായിട്ട് ഇങ്ങനെ പോയിട്ട് 4ഉം 5ഉം കൂട്ടം ഡ്രസ്സ്. ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളായിട്ട് വരുത്തി വെച്ചിട്ടുള്ള വിലകൾ കൊണ്ട് നമ്മൾ തന്നെ അനുഭവിക്കുകയാണ്. ഈ ദുനിയാവിനെ കുറിച്ച്, ഇതിന്റെ പെരുമ നടിക്കുന്നതിനെ കുറിച്ച്, ആളുകൾക്കിടയിൽ സ്റ്റാറ്റസ് വെക്കുന്നതിനെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ പെരുമ നടിക്കുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങ് അശ്രദ്ധമായി ഈ ദുനിയാവ് നമ്മെ നശിപ്പിച്ചു കളഞ്ഞു. പരലോകത്തെ കുറിച്ച്, റബ്ബിനെ കുറിച്ച്, ആ അല്ലാഹുവിന്റെ ആ നരകത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ നിന്ന് നഷ്ടമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബത്ത് പറയുകയാണ്, യുദ്ധത്തിന് വേണ്ടിയിട്ട് അവരോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ, തബൂക്ക് യുദ്ധത്തിന്റെ അവസരമാണ്, അവരോട് നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ്, ഇറങ്ങാൻ ഞങ്ങൾക്ക് പ്രയാസമാണ് എന്ന് കപടന്മാരായിട്ടുള്ള ചില ആളുകൾ പറഞ്ഞു. അവരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇതിനേക്കാളും ഒക്കെ ശക്തമായിട്ടുള്ളത് ആ നരകത്തിന്റെ കാഠിന്യമാണ്, അതിന്റെ ചൂടാണ്. അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ. ആ നരകത്തെ കുറിച്ച് നമ്മൾ അശ്രദ്ധമായി. ആരും ഒഴിഞ്ഞു പോകാതെ വലിച്ചെടുക്കുന്ന ആ നരകം, ആ നരകത്തിലേക്ക് ആപതിച്ചു പോകുന്ന അവസ്ഥ. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ, അവര് ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ ഓണാക്കിയപ്പോ അതിൽ നിന്ന് ഷാളിന് തീപിടിച്ചിട്ട് ശരീരം കൊണ്ട് കത്തി മരിച്ചുപോയി. അവര് ഇവിടെ തന്നെയാണ് ഇളച്ചുവട്ടുപണി. എന്നിട്ട് ആ സ്ത്രീ അങ്ങ് മരിച്ചുപോയി. എന്നിട്ട് ആ ഒരു കാഴ്ച ഞാനൊന്ന് അവരുടെ ആ ഞെരുങ്ങുന്ന അവസ്ഥ ഹോസ്പിറ്റലിൽ അത്തരം കാഴ്ചകളൊന്ന് കണ്ട സമയത്ത്, ഒരു നിമിഷത്തിൽ 2-3 സെക്കൻഡ് ശരീരത്തിൽ ആ തീ, ഇവിടെയുള്ള തീയൊന്ന് പൊട്ടിയ സമയത്ത് അവരുടെ അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. എഴുന്നേൽക്കാനും നിൽക്കാനും ആകെ നരകിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. ശരീരത്തിലെ ഒട്ടിപ്പിടിച്ചു പോയിട്ടുള്ള ആ വസ്ത്രങ്ങൾ വലിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കേണ്ടി വരുന്ന ആ സാഹചര്യം സഹിക്കാൻ പറ്റാതെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, 2-3 സെക്കൻഡുകൾ മാത്രമാണ്. ആ നരകത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, കാലാകാലങ്ങളിൽ ശാശ്വതമായി കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ആ നരകത്തെ കുറിച്ച് നമ്മളെല്ലാം അശ്രദ്ധരാണ്. ആ നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നിങ്ങൾ വീണ്ടും ആ നരകം കാണും. ഈ നരകത്തെ കുറിച്ച് ആളുകൾ അശ്രദ്ധയിലാണ്. ഈ ദുനിയാവിന്റെ തിരക്കുകളിലാണ്. അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നു. ആ നരകാഗ്നിയെ കുറിച്ച് അശ്രദ്ധമായിട്ട് ദുനിയാവ്, അതിലുള്ള സൗകര്യങ്ങൾ. ഇവിടെ ഒരു കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് തുടങ്ങും അതിന്റെ ഒരുക്കങ്ങൾ. എന്തെങ്കിലും ഒരു മുടക്ക് നമ്മൾ പറയും, എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അതിന് നമ്മൾ പോയി ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 3 ആൾക്ക് 4 ആൾക്ക് നമ്മൾ അരിയിടണം.
എന്നാൽ 100 നോട്ടീസ് കൊടുത്തിട്ട് അള്ളാന്റെ ദീന് പഠിക്കാൻ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കൊടുകാളറിഞ്ഞൊരു ബന്ധം മതി. ആ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കൊടുക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഖുർആൻ പഠിക്കുന്ന സദസ്സുകളാണ്, ദീനിന്റെ അറിവുകളാണ്. മുടക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടെങ്കിൽ മക്കളുടെ മദ്രസയാണ്, മുടക്കാൻ പറ്റിയ സാധനം ഉണ്ടെങ്കിൽ ദീനിന്റെ സദസ്സുകളാണ്. ഈ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിന് നൽകുന്ന, അള്ളാഹുവിന്റെ റസൂലിന് നൽകുന്ന, ഈ ദീനിന് നൽകുന്ന സ്ഥാനം എവിടെയാണ്? പിന്നെ നമുക്ക് എന്താണ് അന്നാറു ഔലാ ലഹു, അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ആ നരകമല്ലാതെ നമ്മളുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഇബാദത്തുകളെ കുറിച്ച് ആ ഔലാ ലക ഫഔലാ, ഔലാ ലക ഫഔലാ, ആ നരകത്തിലേക്ക് എടുത്തറിയപ്പെടുന്ന സന്ദർഭത്തിൽ അവന് യോജിച്ചത് നരകം തന്നെയാണ്. വലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കസ്സബ വതവല്ല. നമസ്കരിച്ചിട്ടില്ല. എത്ര യാത്രകളിൽ, ഈ ജീവിതത്തിൽ നമ്മുടെ തിരക്കുകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ മതി പലപ്പോഴും നമ്മുടെ നമസ്കാരങ്ങൾ ഉപേക്ഷിക്കാൻ. കൈ ഇങ്ങോട്ട് കയറ്റാനാവുന്നില്ല എന്നുള്ളതൊരു കാരണമാണ്. അതുകൊണ്ട് നിസ്കാരമില്ല. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഒരു കല്യാണത്തിണ്ടെങ്കിൽ അന്ന് ളുഹറില്ല, ഒതുക്കത്തിനോട് പോയിട്ടുണ്ടെങ്കിൽ അസറുമില്ല, അല്ലേ? വരുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മഗ്രിബുമില്ല. ഈ രൂപത്തിൽ ലേശം ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോകാനായി, അതുകൊണ്ട് സുബഹിയില്ല. ഈ രൂപത്തിൽ നമ്മളുടെ ഇബാദത്തിന്റെ കാര്യം വലാ സ്വദ്ദഖ വലാ സ്വല്ല, നമ്മളുടെ ദാനധർമ്മങ്ങൾ അവൻ ദാനധർമ്മങ്ങൾ നൽകിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരു ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാൻ എങ്ങനെ കുലുക്കുന്ന, എന്ത് ചെയ്യാനാന്ന് കുലുക്കുന്ന സമയത്ത് ഈ കയ്യിലുള്ളത് കുലുക്കുന്നതിന്റെ ഒരു ഭാഗം മതിയാവും. ഒരു ഉംറയ്ക്ക് പോകാൻ, ഒരു ഹജ്ജ് ചെയ്യാൻ, അല്ലേ? ജക്കാത്ത്, അതിന്റെ ജക്കാത്തിന്റെ മുതൽ നമ്മൾ കണക്ക് നോക്കി കൊടുത്തിട്ടുണ്ടോ? തിരിയാത്തൊരു കണക്കുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് 2.5% കൊടുക്കണം എന്ന് പറയുമ്പോൾ മനസ്സിലാകാത്തൊരു കണക്കുണ്ടെങ്കിൽ അത് ജക്കാത്തായിരിക്കും. ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കസ്സബ വതവല്ല. ആ നരകത്തിലേക്ക്, ആ സ്വർഗത്തിന് നമ്മൾ മറന്നു പോവുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്വർഗം എത്രയെത്ര ഈ ദുനിയാവിൽ നന്നായി വസ്ത്രം ധരിച്ചവരാണ്. അവിടെ ഖാസിറാത്തുൻ, ഏറ്റവും ചുരുങ്ങിയ വസ്ത്രം ധരിക്കുന്നവർ, ഏറ്റവും നോർമൽ ആയിട്ടുള്ള, ഏറ്റവും നൈർമല്യമുള്ള ആ അവരുടെ കട്ടിപ്പട്ടും അതേപോലെ തന്നെ നേർമയുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ ജീവിതത്തെയാണ് നമ്മൾ അങ്ങ് അവഗണിച്ച് കളയുന്നത്. ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള അല്പകാലത്ത് ഈ ജീവിതത്തിൽ അല്പമൊന്ന് ക്ഷമിച്ച് റബ്ബിന്റെ കൽപ്പനകൾ മനസ്സിലാക്കി പഠിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് ദുനിയാവിന്റെ വളവളപ്പുകളും അതിന്റെ ഈ ആഡംബരങ്ങളും ആർഭാടങ്ങളും അല്ല, നേരെ മറിച്ച് എനിക്ക് ഒരു സ്വർഗമുണ്ട്, അവിടേക്ക് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന 100-ൽ ഒരുവരായിരിക്കണം നമ്മൾ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് ഇതിനൊക്കെ സമയമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓരോ കാരണങ്ങളുണ്ടാവും. പിശാച് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, ആ സേരായ മാർഗത്തിൽ ഇങ്ങനെ വന്നിട്ടിരിക്കും. അധികം ആളുകളെയും നമ്മൾ നന്ദിയുള്ളവരായിട്ട് കാണുകയില്ല. ഈ പിശാച് വഴിപിഴപ്പിക്കുന്നത് ആരെയാണ്? വേണ്ടത്ര ഈമാൻ അത് ഉൾക്കൊണ്ടിട്ടില്ലാത്തവർ, ഇങ്ങനെ വലിയ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്നവർ, ഒരു യഖീനില്ലാത്ത ആളുകൾ. അതുകൊണ്ട് ഏറ്റവും നല്ല ഉറപ്പോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ സ്വർഗത്തിന്റെ അനുഭൂതികൾ വിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാശ്വതമായിട്ട് ഏറ്റവും സുന്ദരമായി 33 വയസ്സ് അത് മാറിപ്പോകുകയില്ല. ശരീരത്തിൽ ഒരു ചുക്കിച്ചുളിവുകളും വരികയില്ല. ആ 33 വയസ്സിൽ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. അള്ളാഹു എന്തൊന്ന് നമുക്ക് ഈ ദുനിയാവിൽ നിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് നാളെ സ്വർഗത്തിൽ നൽകുന്നതിന് വേണ്ടി മാത്രമാണ്. ഏറ്റവും സുന്ദരമായിട്ട് നമുക്ക് റബ്ബിന്റെ കൽപ്പനകൾ ഇഷ്ടത്തോടുകൂടി പ്രവർത്തിക്കാൻ, ആർക്കോ വേണ്ടി ചെയ്യുന്നല്ല, ഭർത്താവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി അല്ലെങ്കിൽ മൂപ്പരുടെ നിർബന്ധത്തിന്. ഞാൻ പറഞ്ഞിരുന്നു, ഓരോ സ്ഥലത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോലങ്ങനെ മാറുക. അപ്പൊ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ആർക്ക് ശ്രദ്ധിക്കാൻ ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒക്കെ വ്യത്യസ്തങ്ങളായ കോലത്തിലാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ വേറൊന്ന്, വേറൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ വേറൊന്ന്, ഇങ്ങോട്ട് വരുമ്പോൾ വേറൊന്ന്, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും കോലം മാറുമ്പോൾ നിങ്ങൾ ആ അള്ളാന്റെ റസൂല് പറയാണ്, നിങ്ങളുടെ റബ്ബ് അസമ്മല്ല, അവൻ പൊട്ടനല്ല, അവൻ കാഴ്ചയില്ലാത്തവരല്ല,
അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തം ഒരു പരിവർത്തനം ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് സിമ്പിളായിട്ട് സഹാബത്ത് ചോദിച്ചതുപോലെ നമ്മുടെ ചുണ്ടുകൾ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? വഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടി, അല്ലാഹു നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് റബ്ബ് നൽകും, നല്ല സന്താനങ്ങൾ നൽകും. ഓരോ സന്ദർഭത്തിലും നിർവഹിക്കേണ്ടുന്ന ആ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നേണ്ടുന്ന ദിക്റുകളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തെ ഏറ്റവും ധന്യമായിട്ട് അത് ലൈസൽ ഐനാ ബികസ്റത്തിൽ ഗറം വലകിന്നൽ ഐനാ ബികസ്റത്തിൽ. ഇൻഷാ അല്ലാഹ് ജസാക്കല്ലാഹു ഖൈറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ ഓർക്കുകയും ഓരോ സന്ദർഭത്തിലും നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ദിക്റുകൾ അത് ഓരോ പ്രശ്നത്തിനുമുള്ള പരിഹാരങ്ങളാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി. നമ്മുടെ ഓരോ കാര്യങ്ങളും ഭംഗിയാക്കി തീർക്കാൻ റബ്ബിൽ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഇടം ഇവിടമല്ല, നമുക്ക് മടങ്ങി ചെല്ലാനുള്ളതാണ്. ഒരു ബാത്റൂമിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ പോലും ഇപ്പൊക്കെ ഭയമാണ്, വിവസ്ത്രമായിട്ട് കുളിക്കാൻ ഭയമാണ്. കാരണം അത് ആ വാതിൽ, നമ്മൾ അടച്ച വാതിൽ ആരാണ് മുട്ടി തുറക്കുന്നത്, തല്ലി തുറക്കേണ്ടത് എന്നുള്ളത് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഉള്ളിയേരിയിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ്, ബാത്റൂമിലേക്ക് കയറിയതാണ് അല്ലേ, അവിടെ തലകറങ്ങി വീഴാണ്, അവിടെ തലയടിച്ച് അവിടെ തന്നെ മരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ കഴിഞ്ഞുകൂടുന്നത്. വാഹനത്തിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ അല്ലേ, ആ വാഹനത്തിലേക്ക് നമ്മൾ ആഹ്ലാദത്തോടു കൂടിയാണ് കുട്ടികളെയൊക്കെ ടൂറൊക്കെ പറഞ്ഞേക്കുന്നത്. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, റബ്ബേ നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങുന്നത് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എവിടെയാണ് നമുക്ക് മ്യൂസിക്കുകൾ ആസ്വദിക്കാൻ? അവിടെ FM-കൾ ഇട്ട് അവിടെ DJ-കൾ ഇട്ട് തുള്ളാൻ നമുക്ക് എങ്ങനെയാണ് അതിന് തോന്നുന്നത്? നമ്മൾ രാത്രി സ്റ്റാറ്റസുകൾ കണ്ട് റീൽസുകൾ കണ്ട് ഉറങ്ങുന്ന സന്ദർഭത്തിൽ അല്ലേ നമ്മൾ പറയാണ് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ റബ്ബേ, ഞാൻ മരിക്കുകയാണ്. ഞാൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹുവിന്റെ നാമം പറയാതെ നമുക്ക് എങ്ങനെയാണ് ഈ നീക്കി അതേ സ്വപ്നത്തിൽ ഇങ്ങനെ ആ ഒരു എപ്പോഴാണെന്ന് അറിയാതെ നമുക്ക് ഈ ഉറക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്? എന്നിട്ട് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ, റബ്ബേ എന്നെ ആ മരണത്തിൽ നിന്ന് ജീവിപ്പിച്ചിട്ടുള്ള റബ്ബേ നിനക്ക് സർവസ്തുതിയും. എന്നിട്ട് നമ്മൾ അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നമ്മൾ തിരിച്ചറിയാതെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള വലിയ സൗകര്യങ്ങൾ കണ്ടിട്ട് മനസ്സുകൾ കൊണ്ട് അസ്വസ്ഥമാവുകയാണ്. കഷ്ടപ്പെടുന്നവരിലേക്ക്, പ്രയാസപ്പെടുന്നവരിലേക്ക്, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക്, വീടുകളില്ലാത്തവരിലേക്ക്, അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചാൽ ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലാഹു നമുക്ക് ദുനിയാവും ആഖിറത്തും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ഖേദിച്ച് മടങ്ങുക. എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ഖൈറുസ് സാദി അത്തഖ്വ, ഏറ്റവും നല്ലത് അത് തഖ്വയുണ്ട് എങ്കിൽ യജ്അൽ ലഹു മഖ്റജ, ജീവിതത്തിൽ എല്ലാത്തിനും ഒരു പോംവഴിയാണ്. യജ്അൽ ലഹു ഫി അംരിഹി യുസ്റ, കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൊണ്ട് പരിഹരിച്ചു തരുന്നതാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, നമ്മുടെ ജീവിതത്തിലേക്ക് ആകാശഭൂമികളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും തഖ്വയും ആവശ്യമാണ്. അതെല്ലാ രംഗത്തും നിഴലിച്ചു നിൽക്കട്ടെ. അത് വസ്ത്രധാരണത്തിലായെങ്കിലും, അത് മക്കളെ വളർത്തുന്നതിലായെങ്കിലും, വീടിന്റെ അകത്തളങ്ങളിലായിരുന്നാലും പുറത്തായിരുന്നാലും ഒക്കെ നമ്മളിൽ അല്ലാഹുവെ കുറിച്ചുള്ള ആ ചിന്തയും സൂക്ഷ്മതാബോധവും നമുക്ക് ഏത് നിമിഷത്തിലും റബ്ബിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്നുള്ള ചിന്ത. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നമ്മൾ എവിടെയായിരുന്നാലും ശരി ഓടി വാഹനങ്ങളിൽ ചീറി മാറ്റി നിർത്തിക്കൊണ്ട് സൈറൻ മുഴക്കി ഓടി രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ആ മരണം നമ്മെ നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് അത് അവിടെ വെച്ചുകൊണ്ട് പിടികൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വദക്കിറു ഫഇന്നമാ അൻത മുദക്കിർ, നീ ഉത്ബോധിപ്പിക്കുക, ഈ ഉത്ബോധകൻ മാത്രമാണ്.
ഏറ്റവും നല്ല ഉത്ബോധനം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല സ്മരണ എന്ന് പറയുന്നത് ആ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളിൽ നിന്ന് മറന്നു പോകാതിരിക്കരുത്. ആ സ്റ്റേജുകളിൽ നിന്ന് തുള്ളുന്ന സന്ദർഭത്തിലായിരിക്കും ഒരുപക്ഷെ കുഴഞ്ഞു വീഴുന്നത്, അവിടെയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മരണം എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള ഇതല്ല നമ്മുടേത്. ആ നരകത്തിൽ നിന്ന് വമൻ സുഖ്സിഅ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഫഖദ് ഫാസ്, യഥാർത്ഥത്തിലുള്ള വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളെ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഹാസിരീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد. السلام عليكم ورحمة الله وبركاته.